നമസ്കാരം. MOPയുടെ 33-ാമത്തെ ക്ലാസ്സാണ്. നമുക്കിന്ന് വീണ്ടും ജൂലൈ 2021 ജൂലൈയിൽ PSC നടത്തിയ MOPയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ നിരവധി ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ചെയ്ത് ഇവിടെ നമുക്ക് തൽക്കാലം വേണമെങ്കിൽ പിന്നെ ചെയ്യാം, അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് തന്നെ ഒരു രണ്ടോ മൂന്നോ മാക്സിമം 3 ക്വസ്റ്റ്യൻ പേപ്പർ വരെ ചെയ്യുക, നിർത്തുക. MOP നിർത്തുക. അതിൽ തന്നെ ഏകദേശം ഒരു 80% മാർക്ക്, 80-90 മാർക്ക് വരുന്നുണ്ട്, കിട്ടുന്നുണ്ട്. എന്തായാലും വളരെ റെയർ ആയിട്ട് മാത്രമേ നമുക്ക് പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ. അപ്പം ഞാൻ അതിനിടയിൽ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ രജിസ്റ്ററുകളുടെ കോളം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. രജിസ്റ്ററുകളുടെ കോളം, വിവിധ രജിസ്റ്ററുകളുടെ എത്ര കോളം ഉണ്ടെന്ന്. അപ്പം ഞാൻ അതൊന്ന് പറയാം. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ 5 കോളം, സെക്യൂരിറ്റി രജിസ്റ്ററിന് 9 കോളം, പേഴ്സണൽ രജിസ്റ്ററിന് 10 കോളം, ഫെയർ കോപ്പി രജിസ്റ്റർ 4 കോളം, ലോക്കൽ ഡെലിവറി ബുക്ക് 6 കോളം, ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ 8 കോളം, ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്റർ അത് ടൈപ്പിസ്റ്റിനുള്ളതാണ് 8 കോളം, റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്റർ അത് റെക്കോർഡ് റൂമിൽ നിന്ന് രേഖകൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ രേഖപ്പെടുത്തുന്ന രജിസ്റ്ററാണ് റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്റർ, അതിന് 10 കോളം, രജിസ്റ്റർ ഓഫ് പീരിയോഡിക്കൽസ് 7 കോളം, മന്ത്ലി അരിയർ ലിസ്റ്റിന് 16 കോളങ്ങളുണ്ട്, കോൾ ബുക്ക് 6 കോളം. ഇതിൽ നിന്ന് തന്നെ നിരവധി ചോദ്യങ്ങൾ വരും. കോളം എത്രയുണ്ടെന്ന് തന്നെ 2 3 4 രജിസ്റ്ററുകൾ ചോദിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, ഓരോ ഫയലുകളും രജിസ്റ്ററുകളും നശിപ്പിക്കേണ്ട കാലാവധി പറയാറുണ്ട്. ആ നശിപ്പിക്കേണ്ട കാലാവധിയിൽ പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് സെക്യൂരിറ്റി രജിസ്റ്ററാണ്. സെക്യൂരിറ്റി രജിസ്റ്ററുകൾ നശിപ്പിക്കുന്നതാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ, അത് ശ്രദ്ധിച്ചോണേ. രജിസ്റ്റർ നശിപ്പിക്കുന്ന കാലം അതിൽ ഓർക്കാൻ വളരെ എളുപ്പം എന്താന്ന് വെച്ചാൽ, സെക്യൂരിറ്റി രജിസ്റ്റർ 10 വർഷമാണ്, ആനുവൽ ഇൻഡെക്സ് രജിസ്റ്റർ 20 വർഷമാണ്, ബാക്കി എല്ലാം 3 വർഷമാണ്. അത് ഓർത്താൽ മതി. സെക്യൂരിറ്റി രജിസ്റ്റർ 10 വർഷം, ആനുവൽ ഇൻഡെക്സ് രജിസ്റ്റർ 20 വർഷം, ബാക്കി എല്ലാ രജിസ്റ്ററുകളും നശിപ്പിക്കേണ്ട കാലാവധിയായിട്ട് പറയുന്നത് 3 വർഷമാണ്. ഒന്നോ രണ്ടോ എക്സെപ്ഷൻ ഉണ്ടാവും, കോമൺ ആയിട്ട് പറയുമ്പോൾ അങ്ങനെ പറയാം നമുക്ക്. ഇനി പലതരം ഡിസ്പോസലുകൾ എപ്പോഴൊക്കെയാണ് നശിപ്പിക്കേണ്ടത് അതും കൂടി പഠിച്ചു വെക്കുക. അത് നമുക്കറിയാം. 6 സ്ഥിരമായിട്ട് നശിപ്പിക്കാൻ പാടില്ലാത്തതാണ്. ഡി 10 വർഷമാണ്. 6 ഡിസ്പോസൽ എന്ന് പറയുന്നത് റീറ്റെയിൻ, അത് നശിപ്പിക്കാൻ പാടില്ല, സ്ഥിരമായിട്ട് സൂക്ഷിക്കണം. ഡി ഡിസ്പോസല് 10 വർഷമാണ്. എൽ ഡിസ്പോസല് 1 വർഷമാണ്. കെ ഡിസ്പോസല് 3 വർഷമാണ്. അത് കഴിഞ്ഞ് മാത്രമേ നശിപ്പിക്കാൻ പറ്റൂ. 6 ഡിസ്പോസൽ നശിപ്പിക്കാൻ പാടില്ല. ഡി ഡിസ്പോസല് 10 വർഷത്തിന് ശേഷം. അപ്പോൾ ഫയലുകളുടെ തീർപ്പാക്കലിലെ ഇൻഡെക്സിങ് അത് ഡിസ്പോസലുകൾ എഴുതിയിട്ടുണ്ട്. ഡിസ്പോസല് എത്ര കാലാവധി കഴിഞ്ഞാൽ നശിപ്പിക്കാന്നാണ് ഞാൻ പറയുന്നത്. മറ്റത് നേരത്തെ പറഞ്ഞത് വിവിധ രജിസ്റ്ററുകൾ എത്ര കാലഘട്ടത്തിന് ശേഷം നശിപ്പിക്കാമെന്നായിരുന്നു നേരത്തെ പറഞ്ഞത്. അപ്പോൾ 6 ഡിസ്പോസല് പെർമനന്റ് ആയിട്ട് വെക്കണം. ഡി ഡിസ്പോസല് 10 വർഷം, എൽ 1 വർഷം, കെ ഡിസ്പോസല് 3 വർഷം. എൻ ആണെങ്കിൽ അവിടെ വെക്കുക വേണ്ട, ഒറിജിനലായിട്ട് അയച്ചു കൊടുക്കണം. എക്സൽ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യണ്ട, പക്ഷെ അവിടെ ഫയൽ ചെയ്യണം, സൂക്ഷിക്കണം. ഏതൊക്കെ ഏതൊക്കെ ഡിസ്പോസലുകളാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എക്സെന്നും എക്സെല്ലും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നിന്ന് എങ്ങനെയായാലും ഒരു 10 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. ഒന്ന്, രജിസ്റ്ററുകളിൽ ആകെ എത്ര കോളം ഉണ്ട്, അതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കേട്ടാൽ മതി. പിന്നെ ഓരോ രജിസ്റ്ററും നശിപ്പിക്കുന്ന കാലാവധി, മിക്കവാറും രജിസ്റ്ററുകൾ നശിപ്പിക്കേണ്ട കാലാവധി 3 വർഷമാണ്. അതല്ലാത്തത് ഒന്ന്, സെക്യൂരിറ്റി രജിസ്റ്റർ 10 വർഷവും ആനുവൽ ഇൻഡെക്സ് രജിസ്റ്റർ 20 വർഷവും സൂക്ഷിക്കണം. അതിനുശേഷം മാത്രമേ നശിപ്പിക്കാവൂ. പിന്നെ ഡിസ്പോസലുകൾ ഓരോന്നും. ഇത്രയും പഠിച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു ചില വർഷങ്ങളിൽ 10-12 മാർക്കൊക്കെ ഇതിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. 10-12-15 വരെയൊക്കെ വരാം. ഇത്രയും കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്കത് കഴിയുന്നതാണ്. ഇനി നമുക്ക് നേരിട്ട് ചോദ്യത്തിലേക്ക് കടക്കാം. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യേണ്ടാത്ത
പേപ്പറുകൾ ഏതൊക്കെയാണ്? അത് നമുക്ക് പല തവണയായിട്ട് ആ ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. പെറ്റീഷനിൽ സ്റ്റാമ്പ് പതിക്കാത്തത്, റോങ് അഡ്രസ്സ് തെറ്റായി രേഖപ്പെടുത്തിയത്, പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ അല്ലാത്ത അപേക്ഷകൾ സമർപ്പിച്ചാൽ, ഈ മൂന്ന് കാര്യങ്ങളിൽ അത് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിലേക്ക് ആ പേപ്പർ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. സ്റ്റാമ്പ് ഒട്ടിക്കാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ തെറ്റായ അഡ്രസ്സ് എഴുതിയതാണെങ്കിൽ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അപേക്ഷ പ്രത്യേക ഫോമിലല്ലെങ്കിൽ. സ്ഥാപനത്തിലെ എല്ലാ അംഗങ്ങളും ഓഫീസിൽ എത്തേണ്ട സമയം എപ്പോഴാണ്? അത് പൊതുവെ പറയുന്നത് 10 മുതൽ 5 വരെയാണ്. 10 മുതൽ 5 വരെ. അതിൽ ഒ എമാർ 9:30 എത്തണമെന്നാണ്. FTM ആണെങ്കിൽ 9 മണിക്കും വരണമെന്നാണ് നിയമം. അനുവാദമില്ലാതെ വൈകി വരുന്നതിന് എന്ത് ശിക്ഷയാണ് കൊടുക്കുക? 3 തവണ ലേറ്റ് ആയാൽ 1 ദിവസത്തെ ക്യാഷ്വൽ ലീവ് നഷ്ടപ്പെടും. അത് നമ്മൾ സൂപ്രണ്ട് അല്ലെ മേധാവി സ്വയം തീരുമാനിക്കുകയാണ്, അല്ലാതെ ആ ക്യാഷ്വൽ ലീവിന് നമ്മൾ അപേക്ഷയൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത ചോദ്യം, പേഴ്സണൽ ലിസ്റ്റിലെ ഓരോ വോള്യത്തിന്റെയും ഫ്ലൈ ലീഫിൽ ആരുടെ പേരാണ് എഴുതേണ്ടത്? ക്ലർക്കിന്റെയും സൂപ്രണ്ടിന്റെയും? ഹാജർ രജിസ്റ്റർ, അതായത് അറ്റൻഡൻസ് രജിസ്റ്റർ എന്തിന്റെ കൂടെയാണ് അതിന്റെ കസ്റ്റോഡിയൻ ഉന്നത ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കേണ്ടത്? ഇത് വലിയ ഓഫീസിലത്തെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. ഈ വലിയ ഓഫീസുകളിൽ, ജില്ലാ ഓഫീസുകളാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വിവിധ തരം സൂപ്രണ്ടുമാരുണ്ടാവും. ഒരുപാട് സെക്ഷൻ ഉണ്ടാവും. ആ സെക്ഷനിലൊക്കെ തന്നെയും എന്തുണ്ടാവും? സൂപ്രണ്ടുമാരും ഉണ്ടാവും. ഈ സൂപ്രണ്ടുമാര് എന്ത് ചെയ്യണം? ആ, ആ, 10 മിനിറ്റ് കഴിഞ്ഞാൽ അറ്റൻഡൻസ് രജിസ്റ്റർ ക്ലോസ് ചെയ്യണമെന്ന്, അടയ്ക്കണം എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ അറ്റൻഡൻസ് രജിസ്റ്റർ വെച്ചിട്ട് പിന്നെ നമ്മൾ ഡെയിലി അറ്റൻഡൻസ് അബ്സ്ട്രാക്ട് രജിസ്റ്റർ എന്ന് പറയുന്ന ഒന്നുണ്ട്. ഡെയിലി അറ്റൻഡൻസ് അബ്സ്ട്രാക്ട് രജിസ്റ്റർ. ആ അബ്സ്ട്രാക്ട് രജിസ്റ്ററും അറ്റൻഡൻസ് രജിസ്റ്ററും കൂടിയാണ് അവിടുത്തെ ഏറ്റവും ടോപ്പ് ഉദ്യോഗസ്ഥന് നൽകേണ്ടത്. അപ്പോൾ ഏതിൻ്റെ ഒപ്പമാണ് അറ്റൻഡൻസ് രജിസ്റ്റർ, ഏതിൻ്റെ കൂടെയാണ് അതിൻ്റെ ഹയർ ഓഫീസറിന് നൽകേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അതായത് ഡെയിലി അറ്റൻഡൻസ് അബ്സ്ട്രാക്ട് രജിസ്റ്ററിൻ്റെ കൂടെയാണ് നൽകേണ്ടത്. റെക്കോർഡ് ഫയലുകൾ നശിപ്പിക്കുന്നതിനുള്ള ഉത്തരവ് ആരാ തരണ്ടേ? ഓഫീസ് മേധാവി തന്നാൽ മതി. റിമൈൻഡ് ഡയറി എത്ര പേജുള്ളതാണ് സൂക്ഷിക്കേണ്ടത്? 12 പേജുള്ളതാണ് റിമൈൻഡ് ഡയറി ഓരോ സെക്ഷനിലെയും ക്ലർക്ക് സൂക്ഷിക്കേണ്ടത്. നോട്ട് ഫയലിന്റെ ഫ്ലൈ ലീഫിന്റെ നിറം നോട്ട് ഫയലിൽ മഞ്ഞയാണ്. കറണ്ട് ഫയലാണെങ്കിലോ നീലയാണ്. കത്തിൽ നൽകിയിരിക്കുന്ന ഉദ്ദേശമോ ഉത്തരമോ വ്യക്തമാക്കാൻ അതിനോടൊപ്പം ചേർക്കുന്ന രേഖകളെ എന്താണ് വിളിക്കുന്നത്? അതായത് നമ്മൾ ഈ ഒരു അപേക്ഷയോടൊപ്പം അതിന് മലയാളത്തിൽ ഉൾച്ചേർപ്പുകൾ എന്ന് പറയും. ഇങ്ങനെ ചേർക്കുന്ന രേഖകളെ എന്താ വിളിക്കുക? അതിനാണ് നമ്മൾ എൻക്ലോഷേഴ്സ് എന്ന് പറയുന്നത്. എൻക്ലോഷർ, അറ്റാച്ച്മെന്റ്. പ്യൂണുമാർ ആരുടെ നിയന്ത്രണത്തിലായിരിക്കും? പ്യൂണുമാര് ആരുടെ നിയന്ത്രണത്തിലാണ്? ഓഫീസ് മേധാവിയുടെ നിയന്ത്രണത്തിലുമാണ്, അല്ല സെക്ഷൻ സൂപ്രണ്ടിന്റെ നിയന്ത്രണത്തിലുമാണ് ശരിക്കും പറഞ്ഞാൽ. ഏതെങ്കിലും വ്യക്തിക്കോ അധികാരിക്കോ വേണ്ടിയുള്ള വിവരങ്ങൾ പകർത്തുക, അയക്കുക, ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഇഷ്യൂ. ഹ്രസ്വവും വളരെ അടിയന്തരവുമായ സന്ദേശങ്ങൾക്ക് സാധാരണയായിട്ട് എന്ത് ഉപയോഗിക്കണമെന്നാണ് ചോദ്യം. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ടെലിഫോൺ മെസ്സേജ് ആണ് ഉപയോഗിക്കേണ്ടത്. വളരെ പെട്ടെന്നും അടിയന്തരവുമായ സന്ദേശം കൊടുക്കാൻ വേണ്ടി ടെലിഫോൺ ചെയ്യും. ഇഷ്യൂ ചെയ്യാനായി അടയാളപ്പെടുത്തിയ എല്ലാ പേപ്പറുകളും ഫെയർ കോപ്പി സെഷനിൽ ലഭിച്ച് എത്ര മണിക്കൂറിനുള്ളിൽ ഇഷ്യൂ ചെയ്യണം? 24 മണിക്കൂറിൽ. കറണ്ട് ഫയല്, നോട്ട് ഫയല്, മുമ്പുള്ള ഏതെങ്കിലും പേപ്പറുകൾ, റഫറൻസിനായിട്ടുള്ള പുട്ടപ്പേപ്പറുകൾ, ഇവയൊക്കെ കൂടിച്ചേർന്നാൽ ഇതിന് എന്ത് പറയാം മൊത്തത്തിൽ? അതിനാണ് നമ്മൾ ഒരു കേസ് എന്ന് പറയുന്നത്. ഫെയർ കോപ്പി സൂപ്രണ്ട് ഉത്തരവാദിയായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫെയർ കോപ്പി സൂപ്രണ്ട് ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ എഫിഷ്യന്റ് വർക്കിംഗ് ഓഫ് ദ സെക്ഷൻ. രണ്ടാമത്തത് സൂപ്പർവിഷൻ ഓഫ് എൻട്രീസ് ഇൻ ദ ഫെയർ കോപ്പി രജിസ്റ്റർ. പ്രോംപ്റ്റ് ഡെസ്പാച്ച് ഓഫ് പേപ്പേഴ്സ് സെൻഡ് ടു ഹിം ഫോർ ഇഷ്യൂ. ഇതാണ്, ഈ 3 കാര്യങ്ങളാണ് ഫെയർ കോപ്പി സൂപ്രണ്ടിന്റെ ഉത്തരവാദിത്തങ്ങൾ. അതായത് സെക്ഷന്റെ ഫലപ്രദമായ പ്രവർത്തനം, രണ്ടാമത് ഫെയർ കോപ്പി രജിസ്റ്ററിലെ കൃത്യമായ എൻട്രികൾ വരുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യണം, പിന്നുള്ളത് പേപ്പറുകൾ കൃത്യമായിട്ട് അയക്കുന്നുണ്ടോ എന്ന കാര്യവും ഫെയർ കോപ്പി സൂപ്രണ്ടിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. ഇനി
ഒരു ഡിസ്പോസലിൽ സാധാരണയായി എന്തെല്ലാം ഭാഗങ്ങൾ ഉൾപ്പെടും? ഡിസ്പോസലിൽ പ്രധാനമായിട്ട് വരുന്നത് കറണ്ട് ഫയലും നോട്ട് ഫയലുമാണ്. ഒരു റിക്വസിഷൻ സ്ലിപ്പിൽ എത്ര രേഖ ആവശ്യപ്പെടാം? ഒരു രേഖ മാത്രമേ ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. മുൻകാല കത്തിടപാടുകൾ, നിയമങ്ങൾ, ചട്ടങ്ങൾ, റിപ്പോർട്ടുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തി ഒരു കേസ് തയ്യാറാക്കുന്നതിനെയും മാർജിനിൽ അവയുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതിനെയും എന്താണ് വിളിക്കുന്നത്? അത് റഫറൻസിങ് എന്നാണ് വിളിക്കുന്നത്. എക്സൽ ഡിസ്പോസലിൽ എന്ത് ചെയ്യണം? എക്സൽ ഡിസ്പോസൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യേണ്ട, എന്നാൽ സൂക്ഷിക്കണം. ഡു നോട്ട് രജിസ്റ്റർ ബട്ട് ലോഡ്ജ് എന്നാണ്. ലോഡ്ജ്. ഒരു കറണ്ട് വളരെ കാലമായി നിലനിൽക്കുന്നത് കൊണ്ട് മാത്രം അത് അവസാനിപ്പിച്ച് പുതിയൊരെണ്ണം തുറക്കുന്നതിനെ പറയുന്ന പേരെന്താണ്? അതിനാണ് നമ്മൾ അകാലത്തിലുള്ള തീർപ്പാക്കൽ എന്ന് പറയുന്നത്. അതാണ് പ്രിമച്വർ ഡിസ്പോസൽ എന്ന് പറയും. ഫെയർ കോപ്പി ഓഫീസ് ഓർഡറിൽ ഒപ്പിടാൻ ആർക്ക് പറ്റും? ഓഫീസ് ഓർഡറാണ്, അതുകൊണ്ട് സെക്ഷൻ സൂപ്രണ്ടിന് ഒപ്പിടാം. കാലതാമസവും കുടിശ്ശികയും പരിശോധിക്കുന്നതിനുള്ള ഫലപ്രദമായ സംവിധാനം ഏതാണ്? അതായത് അവിടെ എന്തെങ്കിലും ഫയലിലൊക്കെ കാലതാമസം വരുന്നുണ്ടോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? പേഴ്സണൽ രജിസ്റ്റർ നോക്കിയാൽ മതി. ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ എപ്പോൾ നശിപ്പിക്കണം? 3 വർഷത്തിന് ശേഷം. കോൾ ബുക്ക് 3 വർഷത്തിന് ശേഷം. സെക്ഷനിലെ ക്രമരഹിതമായി സൂക്ഷിച്ചിരിക്കുന്ന ഫയലുകൾക്ക് പകരം എവിടെ നിന്നാണ് രേഖകൾ എളുപ്പത്തിലും വേഗത്തിലും ലഭിക്കുന്നത്? അത് റെക്കോർഡ് റൂമിൽ നിന്നാണ് ലഭിക്കുക. നേരത്തെയുള്ള സ്ലിപ്പ് നൽകിയതിന് ശേഷം എത്ര കാലയളവിന് ശേഷമാണ് ഒരു പുതിയ റിക്വസിഷൻ സ്ലിപ്പ് എടുക്കേണ്ടത്? അതായത് ഒരു 3 മാസം കഴിഞ്ഞാൽ പുതിയ റിക്വസിഷൻ സ്ലിപ്പ് കൊടുക്കണം, നേരത്തെയുള്ള ഒഴിവാക്കിയിട്ട്. അതാണ് പറഞ്ഞത്. സെക്യൂരിറ്റി രജിസ്റ്റർ എപ്പോഴാണ് നശിപ്പിക്കേണ്ടത്? 10 വർഷത്തിന് ശേഷം. ഓഫീസിൽ കൃത്യസമയത്ത് എത്തുന്നതിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടത് ആരാണ്? സെക്ഷൻ സൂപ്രണ്ടാണ്. ഒന്നിലധികം തലങ്ങൾക്ക് കീഴിൽ വരുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏത് രീതി ഉപയോഗിക്കണം? അതിനാണ് നമ്മൾ ക്രോസ് റഫറൻസ് എന്ന് പറയുന്നത്. ഫയൽ തുടങ്ങുന്ന ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന റഫറൻസിനെയാണ് എറൈസിംഗ് റഫറൻസ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ഫയൽ ഇടയ്ക്കിടയ്ക്ക് സൂക്ഷിക്കുന്നതിനും അത് കൃത്യമായി സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ആരാണ്? സെക്ഷൻ സൂപ്രണ്ട്. കറണ്ട് ഫയലിന്റെ തുടക്കത്തിലെ ഫ്ലൈ ലീഫിന്റെ നിറം നീല. ഒരു ഓഫീസിൽ പേരെഴുതിയതും രഹസ്യം അല്ലെങ്കിൽ അങ്ങേയറ്റം രഹസ്യം എന്ന് എഴുതിയതുമായ കവറുകൾ തുറക്കാൻ ആരെയാണ് പ്രതീക്ഷിക്കുന്നത്? അത് അഡ്രസ്സ് എഴുതിയ ആളെ തന്നെ, മേൽവിലാസക്കാരൻ തന്നെയാണ് തുറക്കേണ്ടത്. ഒരു സ്റ്റോക്ക് ഫയലിൽ ഫയൽ ചെയ്ത ഒരു ഉത്തരത്തിന് പകരം മറ്റൊന്ന് വരികയോ അല്ലെങ്കിൽ ഒരു ഉത്തരത്തിന് പ്രസക്തി നഷ്ടപ്പെടുകയോ ചെയ്താൽ അത്തരം ഉത്തരങ്ങൾ സ്റ്റോക്ക് ഫയലിൽ നിന്ന് നീക്കം ചെയ്ത് റെക്കോർഡ് ഫയലിൽ വെക്കുന്നത് ആരാണ്? അത് സെക്ഷൻ സൂപ്രണ്ടാണ്. ഹെഡ്ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ആശയവിനിമയങ്ങൾ ഏതിലൂടെയാണ് എത്തിക്കുക? അത് ലോക്കൽ ഡെലിവറിയിലാണ്. ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള സർക്കുലേഷനൊക്കെ ലോക്കൽ ഡെലിവറി ബുക്കിലൂടെയാണ് കൊടുക്കുന്നത്. കത്തിലൂടെ വാല്യുബിൾസ് വിവരങ്ങൾ ഏതിൽ രേഖപ്പെടുത്തണം? സെക്യൂരിറ്റി രജിസ്റ്ററിൽ. ഒരു നിലവിലുള്ള ഫയൽ ക്ലോസ് ചെയ്യുമ്പോൾ ഡിസ്പോസലിന്റെ സ്വഭാവവും തീയതിയും പേഴ്സണൽ രജിസ്റ്ററിലെ ഡാഷിൽ ചുവന്ന മഷിയിൽ രേഖപ്പെടും. അവസാന കോളത്തിൽ, ഇപ്പോൾ പി ആറിലെ 10ാമത്തെ കോളത്തിലാണ് അത് ചുവന്ന മഷിയിൽ രേഖപ്പെടുത്തുക. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അയക്കുന്ന ഔദ്യോഗിക ആശയവിനിമയങ്ങളുടെ പകർപ്പുകൾ ഉദ്യോഗസ്ഥരല്ലാത്തവർക്ക് അയക്കാൻ പാടില്ല. അവ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കത്ത് രൂപത്തിലാണ് അഭിസംബോധന ചെയ്യേണ്ടത്. മിനിസ്റ്റീരിയൽ ജീവനക്കാരുടെ കാഷ്വൽ ലീവ് അനുവദിക്കുന്നത് ആരാണ്? കാഷ്വൽ ലീവ് അനുവദിക്കുന്നത് ബന്ധപ്പെട്ട സെക്ഷൻ സൂപ്രണ്ടാണ്. സർക്കാർ ചിലപ്പോൾ 1 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാലത്തേക്ക് സമർപ്പിക്കേണ്ട റിപ്പോർട്ടുകൾ ആവശ്യപ്പെടാറുണ്ട്. അത്തരം കോളുകൾ ഉത്തരം ലഭിക്കുന്നത് വരെ തുറന്നിടേണ്ടതില്ല. അത്തരം ഫയലുകൾ ക്ലോസ് ചെയ്ത് എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? അതിനാണ് നമ്മൾ കോൾ ബുക്ക് എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിന്റെയും അനുബന്ധ രേഖകളുടെയും ഓഫീസ് പകർപ്പ്, ഓഫീസ് കോപ്പി എന്തിലാണ് ചേർക്കേണ്ടത്? അത് കറണ്ട് ഫയലിലാണ് ചേർക്കേണ്ടത്.
മെമ്മോറാണ്ടം രൂപത്തിലുള്ള കത്തിടപാടുകളിൽ ഒപ്പിടാൻ ആർക്ക് കഴിയും? മെമ്മോറാണ്ടം രൂപത്തിലുള്ളതാണെങ്കിൽ അത് സെക്ഷൻ സൂപ്രണ്ട് ഒപ്പിടാൻ മതി. പക്ഷേ ഒരു അച്ചടക്ക നടപടിയായിട്ട് ബന്ധപ്പെട്ട ഒരു മെമ്മോയാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഓഫീസ് മേധാവി ഒപ്പിടണം. അത് ഓർത്താൽ മതി. അതും മെമ്മോ രൂപത്തിലാണ് അച്ചടക്ക നടപടിക്കും വരിക. അപ്പോൾ അച്ചടക്ക നടപടിയുടെ ഒപ്പാണെങ്കിൽ ഓഫീസ് മേധാവി ഒപ്പിടണം. സർക്കാരിലേക്ക് ഒരു കത്തയക്കുകയാണ്. അപ്പോൾ അത് ഏത് പ്രോപ്പർ ചാനലിലാണല്ലോ പോകേണ്ടത്? സർക്കാരിലേക്ക് കത്ത് നമുക്കൊന്നും നേരിട്ട് അയക്കാനുള്ള അവകാശമില്ല. അപ്പോൾ ഏതിലൂടെയാണ് പോകേണ്ടത്? ആരിലൂടെയാണ് പോകേണ്ടത്? ത്രൂ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്, വകുപ്പ് മേധാവി വഴിയിലാണ് പോകേണ്ടത്. ടൈപ്പിസ്റ്റുകൾക്കായുള്ള രജിസ്റ്റർ സൂക്ഷിപ്പുകാരൻ ആരാണ്? ആ രജിസ്റ്ററിന്റെ പേരെന്താണ്? ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്റർ എന്ന് പറയുന്നതാണ് ടൈപ്പിസ്റ്റ്. അത് സൂക്ഷിക്കുന്നത് ടൈപ്പിസ്റ്റ് ആണ്. ഈ റെക്കോർഡ് റൂം പരിശോധിക്കുന്ന ഓഫീസ് മേധാവി എന്തൊക്കെ പരിശോധിക്കണം എന്നാ ചോദ്യം. അതും സ്ഥിരമായി ചോദിച്ചു കാണുന്നുണ്ട്. റെക്കോർഡ് റൂം പരിശോധിക്കുന്ന ഓഫീസ് മേധാവി എന്തൊക്കെ പരിശോധിക്കണം? ഒന്ന്, റെക്കോർഡ് റൂം നല്ല നിലയിലാണോ, ചിതലുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. റെക്കോർഡുകൾ കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ടോ, വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അഗ്നിശമന ഉപകരണങ്ങൾ ലഭ്യമാണോ എന്ന് നോക്കണം. നമ്മൾ ഈ ചോദ്യ പേപ്പറിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ കാണുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ഓപ്ഷനിൽ നാലാമത്തെ ഓപ്ഷൻ ഓൾ ഓഫ് ദി എബോവ് എന്നാണെങ്കിൽ മിക്കവാറും ആ ആൻസറിന് ചാൻസ് ഓൾ ഓഫ് ദി എബോവ് ആയിരിക്കും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണം. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഓൾ ഓഫ് ദി എബോവ് ആണ്. ഇപ്പൊ ഇങ്ങനെ ചോദിച്ചിരിക്കുന്ന പറഞ്ഞാൽ റെക്കോർഡ് റൂം പരിശോധിക്കുന്ന ഓഫീസ് മേധാവി എന്തൊക്കെ പരിശോധിക്കണം? എ, റെക്കോർഡ് റൂം നല്ല നിലയിലാണോ, ചിതലുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന്. ബി, റെക്കോർഡുകൾ കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ടോ, വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന്. സി, അഗ്നിശമന ഉപകരണങ്ങൾ ലഭ്യമാണോ എന്ന്. ഈ മൂന്നും ഓഫീസ് മേധാവി പരിശോധിക്കണം ശരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ എന്താ? ഓൾ ഓഫ് ദി അബോവ് ആണ്. അപ്പോൾ ഓൾ ഓഫ് ദി അബോവ് വരുന്ന ഡി ഓപ്ഷൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മിക്കവാറും അതിനായിരിക്കും ചാൻസ്. ഒരു കൃത്യമല്ല, ഞാനൊരു ഇത് പറഞ്ഞ കുറേ ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്ന കാര്യങ്ങൾ പറഞ്ഞതാണ്. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ എത്ര കോളം? നമുക്കറിയുന്നതാണ്. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ എത്ര കോളം ഉണ്ട്? 5 കോളമാണ് ഉള്ളത്. സെക്യൂരിറ്റി രജിസ്റ്ററിൽ എത്ര കോളം ഉണ്ട്? സെക്യൂരിറ്റി രജിസ്റ്ററിൽ 9 കോളം ഉണ്ട്. 1 to 9. റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്ററിൽ എത്ര കോളങ്ങൾ അടങ്ങിയിരിക്കുന്നു? റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്ററിൽ 10 കോളങ്ങൾ അടങ്ങിയിരിക്കുന്നു. പേഴ്സണൽ രജിസ്റ്ററിൽ എത്ര കോളം ഉണ്ട്? 10 കോളം ഉണ്ട്. ഫെയർ കോപ്പി ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ അത് ക്ലർക്ക് നോക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? ക്ലർക്കാണ് അത് നോക്കേണ്ട ആള്. ഫെയർ കോപ്പി ചെയ്യുമ്പോൾ ക്ലർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് വേണം ചെയ്യാനെന്നാണ് പറയുക. അതിൽ ക്ലർക്ക് നോക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഡ്രാഫ്റ്റ് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അതെന്ന് വെച്ചാൽ ഡ്രാഫ്റ്റിന്റെ അടിയിൽ ഡ്രാഫ്റ്റ് അംഗീകരിക്കേണ്ട ഉദ്യോഗസ്ഥന്റെ ചെറിയ ഒപ്പും ഡേറ്റും ഉണ്ടായിരിക്കും. രണ്ട് വശങ്ങളിലും പേപ്പറിന്റെ ഇരുവശത്തും ടൈപ്പ് ചെയ്യണം. അതും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. എത്ര കോപ്പി വേണമെന്ന് ഉറപ്പുവരുത്തണം. ആദ്യം കരട് ഉണ്ടായിരിക്കണം. എത്ര കോപ്പി വേണമെന്ന് ഉറപ്പുവരുത്തണം. 2 സൈഡിലും ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആൻസർ ഈ 3 ശരിയാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഓൾ ഓഫ് ദി അബോവ് ഉണ്ട്. ഓൾ ദി അബോവ് പറഞ്ഞ സ്ഥലത്ത് അതായിരിക്കും ആൻസർ എന്ന് ഞാൻ പറഞ്ഞത് വീണ്ടും ഇവിടെ ശരിയായി വരികയാണ്. അടുത്ത ചോദ്യം, ഓഫീസിൽ നിന്ന് നൽകിയ ഒരു റഫറൻസിനുള്ള മറുപടി അല്ലെങ്കിൽ ഓഫീസിൽ നിലവിലുള്ള മറ്റൊരു ഫയലുമായി ചേർക്കേണ്ടതായ ഒരു പേപ്പർ എന്നിവയെ വിളിക്കുന്നത്? അതൊരു ഓൾഡ് കേസാണ്. മുൻകാല പേപ്പറുകളുടെ ചുരുക്കരൂപം, റിപ്പോർട്ട് ചെയ്ത വസ്തുതകളുടെ വിവരണം, നിലവിലെ ഫയലിൽ നടത്തിയ നിർദ്ദേശങ്ങൾ എന്നിവ എഴുതി ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? നോട്ട് എന്ന് പറയുന്നത്. ഏത് വിഷയത്തിലുള്ള ഉത്തരങ്ങൾ അടങ്ങിയ പേപ്പറുകൾ തിരയാൻ ഏത് സംവിധാനമാണ് സഹായിക്കാം? പഴയ ഏത് വിഷയത്തിലുള്ള ഉത്തരങ്ങൾ വേണമെങ്കിലും നമുക്ക് കിട്ടാൻ വേണ്ടി ഏത് സംവിധാനമാണ്? അതിനാണ് ഇൻഡെക്സുകൾ നമ്മളെ സഹായിക്കുന്നത്. ഒരു പേപ്പറിന്റെ പകർപ്പ് അഭിപ്രായങ്ങൾക്കായി കീഴുദ്യോഗസ്ഥന് അയക്കുമ്പോൾ ഏത് തരം കത്തിടപാടാണ് ഉപയോഗിക്കുന്നത്? അത് എൻഡോഴ്സ്മെന്റ് ആണ്.
റെക്കോർഡ് വിഭാഗത്തിൽ നിന്ന് പുറത്തു പോകുന്ന എല്ലാ രേഖകളും ഇതിൽ രേഖപ്പെടുത്തണം. അതായത് റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. പ്രധാനപ്പെട്ട സർക്കാർ ഉത്തരവുകളുടെ പെർമനന്റ് ഫയലുകൾ കൃത്യമായി സൂക്ഷിക്കേണ്ടത് ഏതിലാണ്? അത് സ്റ്റോക്ക് ഫയലിലാണ് സൂക്ഷിക്കേണ്ടത്. ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ ഫോർമാലിറ്റീസ് ഇല്ലാതെ എന്ന് പറയുമ്പോൾ തന്നെ അത് ഡെമി ഒഫീഷ്യലിനായി. ഇല്ലാതെ ആശയവിനിമയം നടത്തുന്നതിനായി ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന കത്തിടപാട് രൂപമാണ് ഡെമി ഒഫീഷ്യല്, അർദ്ധ ഔദ്യോഗികം. സെക്ഷൻ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഹാജർ രേഖപ്പെടുത്താൻ ജീവനക്കാരന് അനുവദിക്കുന്ന ഗ്രേസ് ടൈം എത്ര മിനിറ്റ് ആണ്? 10 മിനിറ്റ് അധികം അനുവദിക്കും. സെക്ഷനിലെ ഹാജർ രജിസ്റ്ററിന്റെ സൂക്ഷിപ്പുകാരൻ സെക്ഷൻ സൂപ്രണ്ടാണ്. ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് സെക്ഷൻ ക്ലർക്ക് എല്ലാം നോട്ടൊക്കെ എഴുതി സമർപ്പിച്ചു. അങ്ങനെ ഓഫീസ് മേധാവിക്ക് സമർപ്പിച്ചു. ഓഫീസ് മേധാവിയുടെ അന്തിമ തീരുമാനത്തിന്റെ പ്രസ്താവനയെ നമ്മൾ എന്തു പറയും? മൊത്തത്തില് അതിന് ഡിസ്പോസൽ എന്ന് പറയാം. ഡിസ്പോസൽ എന്ന് പറയാം. റെക്കോർഡ് വിഭാഗത്തിന്റെ വിശദമായ പരിശോധന എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ നടത്തി റിപ്പോർട്ട് ഉന്നത അധികാരിക്ക് സമർപ്പിക്കേണ്ടത് ആരാണ്? അത് ഓഫീസ് മേധാവിയാണ്. അടുത്ത ചോദ്യം. ഓരോ സബ്ജക്റ്റുകൾക്കും എല്ലാ മാസവും എന്നാണ് പെൻഡൻസി സംഗ്രഹം തയ്യാറാക്കേണ്ടത്? അത് പെൻഡൻസി സംഗ്രഹം തയ്യാറാക്കേണ്ടത് അബ്സ്ട്രാക്റ്റ്, പെൻഡൻസി അബ്സ്ട്രാക്റ്റ് തയ്യാറാക്കേണ്ടത് 1-ാം തീയതിയാണ് എല്ലാ മാസവും. കോൾ ബുക്ക് ആരുടെ കസ്റ്റഡിയിലാണ്? തപാൽ ക്ലർക്കിന്റെ കസ്റ്റഡിയിലാണ് കോൾ ബുക്ക് ഉണ്ടാവുക. കേരള KPSCയിലേക്ക് അയക്കുന്ന കത്തിടപാടുകൾ ആർക്കാണ് അയക്കേണ്ടത്? സെക്രട്ടറിക്കാണ് അയക്കേണ്ടത്. അച്ചടക്ക നടപടികളിലെ നടപടിക്രമങ്ങളുടെ ഫെയർ കോപ്പികളിൽ ഒപ്പിടേണ്ടത് ആരാണ്? അത് ഓഫീസ് മേധാവിയാണ്, ഹെഡ് ഓഫ് ഓഫീസാണ്. ഓഫീസിന്റെ തലവന് സ്വന്തം കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്ന രേഖകൾ, രഹസ്യരേഖകൾ, കോൺഫിഡൻഷ്യൽ പേപ്പേഴ്സ് സൂക്ഷിക്കുന്നത് ആരാണ്? അത് മാനേജറാണ്. മാനേജർ എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്റീരിയൽ ഹെഡ്. മിനിസ്റ്റീരിയൽ ഓഫീസർമാരുടെ ഹെഡാണ് മാനേജറായിട്ട് നമ്മൾ പറയുന്നത്. ഓഫീസിലെ ഔദ്യോഗികമോ അല്ലെങ്കിൽ ഔദ്യോഗികമല്ലാത്തതോ ആയ എല്ലാ ആശയവിനിമയങ്ങളും ഡാഷ് എന്നറിയപ്പെടുന്നവരെ തപാലായി കണക്കാക്കും. എന്തുവരെയാണ് തപാലായിട്ട് കണക്കാക്കുക? നമ്പറിങ് വരെ തപാലായിട്ട് കണക്കുള്ളൂ. പേഴ്സണൽ രജിസ്റ്ററിലെ ഓരോ പേജിലും എത്ര എൻട്രി? 3 എൻട്രി ഉണ്ടാവും. പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു ആശയവിനിമയം തയ്യാറാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. പേഴ്സണൽ രജിസ്റ്റർ പരിശോധിക്കുമ്പോൾ ശീർഷകങ്ങളുടെ കൃത്യത, ഹെഡുകളുടെ കൃത്യത, ഹെഡ്, ടൈറ്റിൽ ഇവയുടെ കൃത്യത പരിശോധിക്കേണ്ടത് താഴെ പറയുന്ന ഉദ്യോഗസ്ഥരിൽ ആരുടെ കടമയാണ്? സെക്ഷൻ സൂപ്രണ്ടിന്റെ കടമയാണ്. അടുത്ത ചോദ്യം. ജാക്കറ്റുകളുടെ ഉൾവശത്ത്, ജാക്കറ്റ് നമുക്കറിയാമല്ലോ, ബ്രൗൺ ജാക്കറ്റിലാണ് ആർഡിസും ഡിഡിസും ഡിസ്പോസലുകൾ സൂക്ഷിക്കുന്നത്. അത് 10 വർഷവും എല്ലാ കാലവും സൂക്ഷിക്കേണ്ട പേപ്പറുകളാണ് ഡി ഡിസ്പോസലും ആർ ഡിസ്പോസലും. D10 6 സ്ഥിരവുമാണ്. അപ്പോൾ അത് ബ്രൗൺ ജാക്കറ്റുകളിൽ തുന്നിച്ചേർത്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉൾവശത്ത് വിവിധ ഫയലുകളുടെ നമ്പറുകളൊക്കെ മാർക്ക് ചെയ്യുകയാണ്. നമുക്ക് എല്ലാ കണക്ഷനും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദ്യം. അതിനാണ് നമ്മൾ ചെയിനിങ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിഗത പേപ്പറുമായി ബന്ധപ്പെട്ട ഇൻഡെക്സിലെ എൻട്രിയെ വിളിക്കുന്നത് ടൈറ്റിൽ എന്നാണ്. എല്ലാ ചോദ്യപേപ്പറിലുള്ള ചോദ്യമാണ് ഈ ടൈറ്റിൽ എന്ന് ആൻസർ വരുന്ന ഈ ചോദ്യം.
ഒരു കേസിന് മറ്റൊരു കേസുമായി ബന്ധമുണ്ടെങ്കിൽ ആ രണ്ട് കേസുകളും കൂടി ചേർത്ത് വെക്കുന്ന പ്രക്രിയയെ ലിങ്കിങ് എന്ന് വിളിക്കും. ലിങ്കിങ്. കത്തിന്റെ പ്രധാന ഭാഗം വരുന്നത് ഡാഷിന് ശേഷമാണ്. ഒരു കത്ത് എഴുതുമ്പോൾ അത് ഏതിന്റെ ശേഷമാണ് അതിന്റെ ബോഡി വരുന്നതെന്നാണ് ചോദ്യം. അത് റഫറൻസിന് ശേഷമാണ്, അല്ലേ? ഫ്രം ടു സബ്ജക്റ്റ് റഫറൻസ് എന്നിട്ടാണ് പാരഗ്രാഫ് തുടങ്ങുന്നത്. അപ്പോൾ റഫറൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാരഗ്രാഫ് തുടങ്ങുന്നത്. അതായത് ആ കത്തിന്റെ പ്രധാനപ്പെട്ട ബോഡി, ലെറ്റർ ഓഫ് ദി ബോഡി തുടങ്ങുന്നത്. അടുത്ത ചോദ്യം. ഹെഡ് എന്നത് ഇൻഡെക്സിലെ അക്ഷരമാലാ ക്രമത്തിലുള്ള സ്ഥാനം നിർണ്ണയിക്കുന്ന ശീർഷകത്തിലെ പ്രധാന പദമാണ്. അത് എവിടെയാണ് നൽകുന്നത്? ഹെഡ് ആദ്യം നൽകും. ഒരു ഇൻഡെക്സ് ശീർഷകം എഴുതുമ്പോൾ പേപ്പർ ആവശ്യമുള്ള ആർക്കും സ്വാഭാവികമായി ഓർമ്മ വരുന്ന ഒരു പദമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആ പദത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പെട്ടെന്ന് ഓർമ്മ വരുന്ന പദം എന്ന നിലയിൽ അതിനാണ് നമ്മൾ ഹെഡ് എന്ന് പറയുന്നത്. ഇൻഡെക്സിങ്ങിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ഹെഡ്, സബ് ഹെഡ്, ടൈറ്റിൽ. ശ്രദ്ധിക്കണേ, ഇൻഡെക്സിങ്ങിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഹെഡ്, സബ് ഹെഡ്, ടൈറ്റിൽ. ഓഫീസ് മേധാവിയുടെ അനുമതിയോടെ മാത്രം ഏതൊക്കെ പട്ടികകളിലാണ് കൂട്ടിച്ചേർക്കലുകളോ മാറ്റങ്ങളോ വരുത്താൻ കഴിയുക? അത് ഇൻഡെക്സ് ഹെഡുകളുടെ പട്ടികയാണ്. നമുക്കറിയാം, ഇൻഡെക്സ് ഹെഡുകളുടെ പട്ടിക റെഡിമെയ്ഡ് ആയിട്ടുണ്ട്. അതിലുള്ളത് നോക്കി നമ്മൾ എഴുതുകയേ വേണ്ടൂ. അതുമായിട്ട് ഒക്കുന്നില്ല എങ്കിൽ പുതിയതായിട്ടൊന്ന് ഇൻഡെക്സ് ഹെഡുകളിൽ കൂട്ടിച്ചേർക്കണമെങ്കിൽ ഓഫീസ് മേധാവിയുടെ അനുമതി വേണം. സ്യൂട്ടുകളുമായി ബന്ധപ്പെട്ട പേപ്പറുകളിൽ സ്യൂട്ടിന്റെ നമ്പറിന് മുന്നിൽ നൽകുന്ന AS എന്ന സംക്ഷിപ്ത രൂപം എന്താണ് അർത്ഥമാക്കുന്നത്? കേസുമായി ബന്ധപ്പെട്ടതാണ്. AS എന്ന് പറഞ്ഞാൽ അപ്പീൽ സ്യൂട്ട് എന്നാണ് അർത്ഥം. സ്യൂട്ടുകളുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ ഏത് ഹെഡിന് കീഴിലാണ് ഇൻഡെക്സ് ചെയ്യുന്നത്? അത് സ്യൂട്ട്സ് എന്ന ഹെഡിന് കീഴിലാണ്. സ്യൂട്ടുകളുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ സ്യൂട്ട്സ് എന്ന ഹെഡിന് കീഴിൽ എങ്ങനെയാണ് ഇൻഡെക്സ് ചെയ്യുക? ഇൻഡെക്സ് ചെയ്യുന്ന ആദ്യം കേസ് നമ്പറായ OS, AS എന്നിവ വരും. OS എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സ്യൂട്ട് എന്നാണ് അർത്ഥം. AS എന്ന് പറഞ്ഞാൽ അപ്പീൽ സ്യൂട്ട്. ബ്രാക്കറ്റഡ് ഹെഡ്സ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇൻഡെക്സ് ഹെഡുകളുടെയും സബ് ഹെഡുകളുടെയും പട്ടികയിൽ ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന ഹെഡുകളെയാണ് നമ്മൾ ബ്രാക്കറ്റഡ് ഹെഡ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ വിഷയങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഉത്തരവ് കൈകാര്യം ചെയ്യുമ്പോൾ ഏത് രീതിയാണ് ഉപയോഗിക്കേണ്ടത്? അത് നമ്മൾ ക്രോസ് റെഫറൻസ് രീതിയാണ് ഉപയോഗിക്കേണ്ടത്. ഇൻഡെക്സ് സ്ലിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള ഇൻഡെക്സിംഗ് സംവിധാനം ഏത് രീതിയിൽ അറിയപ്പെടുന്നു? അത് സ്ലിപ്പ് ഇൻഡെക്സ് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓഫീസിൽ ഇൻഡെക്സ് സ്ലിപ്പുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? 2 ദ്വാരങ്ങൾ ഇട്ടാണ് ഇൻഡെക്സ് സ്ലിപ്പുകൾ ഉപയോഗിക്കുന്നത്. കൃത്യമായ അക്ഷരക്രമത്തിൽ ക്രമീകരിക്കുന്നതിനായി ഇൻഡെക്സ് സ്ലിപ്പുകളിൽ എത്ര ദ്വാരങ്ങൾ ഇടുന്നു? 2 ദ്വാരങ്ങൾ ഇടും. റെക്കോർഡ് റൂമിൽ ഇൻഡെക്സ് സ്ലിപ്പുകൾ ഏത് രീതിയിലാണ് ഒരു സംയുക്ത ഇൻഡെക്സായി ഫയൽ ചെയ്യുന്നത്? എല്ലാ ഓഫീസിനും വേണ്ടിയിട്ട് ഒരു സംയുക്ത ഇൻഡെക്സ് ആയിട്ടാണ് അവിടെ ഫയൽ ചെയ്യുന്നത്. സംയുക്ത ഇൻഡെക്സ് സൂക്ഷിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? അതിൽ സംയുക്ത ഇൻഡെക്സ് സൂക്ഷിച്ചാൽ അതിനിടയിൽ നമുക്ക് പുതിയ ഇൻഡെക്സ് ചേർക്കാൻ വേണ്ടി കഴിയും. അതായത് ന്യൂ സ്ലിപ്സ് ക്യാൻ ബി ഇൻസർട്ടഡ്. ഇൻഡെക്സ് സ്ലിപ്പുകളുടെ വോളിയം വലുതാവുമ്പോൾ എന്ത് ചെയ്യും? അത് ചെറിയ വോളിയങ്ങളായിട്ട് തിരിക്കും. ബ്രോക്കൺ ഇൻറ്റു എ സ്മോളർ വോളിയംസ്. അതായത് കുറേ ഇൻഡെക്സ് സ്ലിപ്പുകൾ എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു നിശ്ചിത പീരീഡിൽ കൂടുതലാണെങ്കിൽ അത് വലിയൊരു ബുക്ക് പോലെയാവും. അത് അത്രയും ഉൾക്കൊള്ളാതെ ചെറിയ ചെറിയ വോളിയങ്ങളാക്കി തിരിക്കുകയാണ് ചെയ്യുക. റെക്കോർഡ് റൂമിൽ മൊത്തം ഓഫീസിനും വേണ്ടി ഇൻഡെക്സ് സ്ലിപ്പുകൾ ഫയൽ ചെയ്യുന്ന പ്രക്രിയ എന്താണ്? അത് ഫയലിംഗ് ഓഫ് ഇൻഡെക്സ് സ്ലിപ്പ് എന്ന് അതിന് അറിയപ്പെടുന്നത്.
അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത് രജിസ്റ്ററിൽ ഇൻഡെക്സ് ചെയ്യുന്നതുകൊണ്ട് ഇൻഡെക്സ് സ്ലിപ്പുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലിപ്പ് ഇൻഡെക്സ് സിസ്റ്റമാണ് പറയുന്നത്. അപ്പോൾ സ്ലിപ്പ് ഇൻഡെക്സ് സിസ്റ്റം ഇൻഡെക്സ് ചെയ്യേണ്ട ഫയലുകളിലെ ഒരു സ്ലിപ്പ്, അത്തരത്തിലുള്ള സ്ലിപ്പ് രണ്ടെണ്ണമാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആര് തയ്യാറാക്കും? ക്ലർക്ക് തയ്യാറാക്കും. ഒരെണ്ണം ക്ലർക്കിന്റെ അടുത്ത് വെക്കും, മറ്റതാണ് ഫയലിനൊപ്പം റെക്കോർഡിനൊപ്പം റെക്കോർഡ് റൂമിലേക്ക് കൊടുക്കുന്നത്. അവിടെ ആ റെക്കോർഡ് റൂമിൽ റെക്കോർഡ് കീപ്പർ അവിടെ ഫയല് ഇത് ഒരു ഓഫീസിലേക്ക് മുഴുവനും ഒന്നിച്ച് ഇൻഡെക്സ് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ അക്ഷരമാല ക്രമത്തിലാണ് ഇത് ക്രോഡീകരിക്കുന്നത്. അപ്പൊ ഇതില് ഈ സ്ലിപ്പില് രണ്ട് സുഷിരങ്ങൾ ഉണ്ടാക്കുകയും അവ അതേപോലെ സുഷിരങ്ങളിട്ട രണ്ട് കാർഡ്ബോർഡ് അപ്പുറവും ഇപ്പുറവും കവറുകൾക്ക് ഇടയില് അല്ലെങ്കിൽ ഇടയ്ക്ക് അക്ഷരമാല ക്രമത്തില് സ്പെഷ്യൽ ഇൻഡെക്സ് കൊണ്ട് ഫയൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അപ്പുറവും ഇപ്പുറവും കാർഡ്ബോർഡ് വെക്കും, അതും ഹോൾസ് അടിക്കും. എന്നിട്ട് ആണ് ഇത് ഒരു നാട ഉപയോഗിച്ച് കൊരുത്ത് ഫയൽ ചെയ്യാണ് ചെയ്യുന്നത് ഈ ഇൻഡെക്സ് സ്ലിപ്പുകൾ. അപ്പോൾ ഇപ്പൊ ഇത്തരത്തില് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ നാട ഉപയോഗിച്ച് കെട്ടിയിട്ട് ഫയൽ ചെയ്യുന്നതുകൊണ്ട് പുതിയ സ്ലിപ്പുകൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. രണ്ട് ഹോളാ ഉള്ളത്, അതിനാണ് സ്ലിപ്പ് ഇൻഡെക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി റെക്കോർഡ് റൂമിലാണെങ്കിൽ ഒരു ഓഫീസിന് മുഴുവനായിട്ടാണ് സ്ലിപ്പുകൾ ഫയൽ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ കമ്പൈൻഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. കമ്പൈൻഡ് ഇൻഡെക്സ് ആണ് ഫയൽ ചെയ്യുന്നത്. ഇവ ചെറിയ ചെറിയ വോള്യങ്ങളായിട്ട് ആൽഫബറ്റിക് ഓർഡറിലാണ് സൂക്ഷിക്കുന്നത്. അക്ഷരമാലാക്രമത്തിൽ ചെറിയ ചെറിയ വോള്യങ്ങളായിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയറായി വരുന്നുണ്ടാവും. ഞാൻ പറയാണ്, ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് ഇതിവിടെ അവസാനിപ്പിക്കാൻ പറ്റുമെന്നാണ് തൽക്കാലം. ഇനിയിപ്പോൾ ആർക്കെങ്കിലും കൂടുതൽ വേണമെന്ന് പിന്നീട് നമ്മൾ ആവശ്യപ്പെട്ടാൽ മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ പോരെ. ഇപ്പം തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ഞാൻ സ്പീഡിൽ അങ്ങ് പറയുകയാണ്. എൻ്റെ വിശദീകരണം ആവശ്യമില്ല. ഇത് എൻ്റെ ക്ലാസ്സുകൾ ആദ്യം മുതലേ കേട്ടുവരുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ ആൻസർ എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അതിനൊന്നും ഒരു വിശദീകരണം തരാത്തത്. ഓക്കെ, ഇപ്പോൾ നേരത്തെയുള്ള ക്ലാസ്സുകൾ കേട്ടില്ലാത്തവർ 1 മുതൽ ഒരു തവണയെങ്കിൽ കേട്ടു നോക്കുക. ഓക്കെ, ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.